ദിയ എന്ന് പറയുന്ന അതായത് നമ്മൾ കൃഷ്ണകുമാറിന്റെ മോള് നടത്തണം ഒരു സംരംഭത്തിൽ ഒരു ബിസിനസ്സിൽ അവിടെ ജോലിക്ക് നിന്നവർ അവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റി. അതിന്റെ വീഡിയോസ് അവർ തന്നെ പുറത്തു വിട്ടു. കാര്യങ്ങളൊക്കെ ഇതായി. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോസുകൾ കാണാൻ നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് ശരിക്കും കള്ളന്മാരെന്നുള്ളത്. ഞാൻ കൃഷ്ണകുമാർ അയാളുടെ പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ആളുകൾ അയാളുടെ ഒപ്പം തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ട പെണ്ണുങ്ങൾ വന്നിട്ട് മീഡിയാസിൽ വന്നിട്ട് ഓരോ നുണകൾ പറയണം. അവർക്ക് എങ്ങനെ സപ്പോർട്ട് കിട്ടണം? അവർ ഓൾറെഡി കുറ്റം സമ്മതിക്കുന്ന വീഡിയോസ് അവർ തന്നെ പുറത്തുവിട്ടു. കൃഷ്ണകുമാർ പുറത്തുവിട്ടു. അത് കൂടാണ്ട് ദിയ എന്ന് പറയണ ആളുടെ മോള് അവരെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടു. ആ വീഡിയോയിലും ഇവര് കുറ്റം സമ്മതിക്കുന്നുണ്ട്. അതിൽ ആ പുള്ളിക്കാരി ദിയ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവള് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ ചെവിടിച്ച് പൊളിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ചെവിടിച്ച് പൊളിക്കുന്നല്ല. അവർ പറഞ്ഞ ചെവിടിച്ച് പൊളിക്കാനുള്ള കാരണം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു ബിസിനസ് നടത്തിയിരുന്നതാണ് നാട്ടിൽ. അപ്പോൾ നമുക്കൊരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു മുതലാളി ഉണ്ടായാൽ മാത്രം പോരാ, നല്ല തൊഴിലാളികളും കൂടെ നിൽക്കണ ജോലിക്കാരും വേണം, ആത്മാർത്ഥമുള്ള ജോലിക്കാർ. അതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്ന പുള്ളിക്കാരെ നന്നായിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരിൽ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എന്റെ അനിയത്തിമാരെ പോലെ നോക്കി, എന്നിട്ട് നിങ്ങൾ അത് ചെയ്തു. അപ്പൊ ഇവർ അതിനൊന്നും മറുപടി പറയണില്ല. എന്നിട്ട് ഇവര് ലാസ്റ്റ് ആയിട്ട് ഇവർ പറയണം, അവർ പല വീഡിയോസിലും വന്നിട്ട് പറയണം, ഇവർ ജാതിക്കാട്, ഞങ്ങൾ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണ്, അതായത് രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ട് കിട്ടാനായിട്ട് അങ്ങനെയുള്ള പല സംഭവങ്ങൾ. ഇങ്ങനെ ജാതിക്കാടും ഈ രാഷ്ട്രീയത്തിന്റെ കാർഡ് ഇറക്കണവന്മാർ തന്നെ കള്ളികളാണ്. എനിക്ക് അത്ഭുതമാണ് എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തെന്നുള്ളത്. ഇവരിപ്പോഴും വന്ന് ഈ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കടന്ന് ഞങ്ങൾ ചെയ്ത് ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെ കട്ടുള്ളൂ, ഞങ്ങൾ 1,00,000 കട്ടിട്ടില്ലേ, ഞങ്ങൾ 100 കട്ടിട്ടുള്ളൂ. കട്ടത് കട്ട തന്നെയാണ്, 1 രൂപയാണെങ്കിലും 1,00,000 ആണെങ്കിലും. ജയകൃഷ്ണ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആണ്. ആ പുള്ളിക്കാരി ഈ സമയത്ത് ഫേസ് ചെയ്യുന്നത് ഇതുപോലത്തുള്ള അവഹേളനം ഈ പബ്ലിക്കായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ, ഈ പറഞ്ഞ പോലെ കള്ളികളുടെ, ഞാൻ കള്ളികൾ തന്നെ പറയുള്ളൂ, ഒരു കള്ളികൾ തന്നെയാണ്. അതിൽ തർക്കമില്ല. നമ്മൾ ചിലവരെ നമുക്ക് പറയുമ്പോൾ നിങ്ങൾ കോടതി വിധിച്ചിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കള്ളികളാണ്. അവർ ഓൾറെഡി കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ഓൾറെഡി പുറത്തു വന്നു. പിന്നെ അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടാനായിട്ട് എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ഇവർ പേടിച്ചു. ഇത്ര വലിയൊരു എമൗണ്ട് ചിലപ്പോൾ അവർ എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതായിരിക്കും ഇവര്. പിന്നെ അപ്പോൾ അവർ ജാതിക്കാടിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ സംഭവങ്ങളും പറഞ്ഞ് നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാനാണ് ഈ കള്ളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസും ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നടപടി ചെയ്തിട്ട് പെട്ടെന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഞങ്ങളെ വായ അടപ്പിക്കാനുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കണം.